Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. ചുങ്കത്രയിൽ പ്രസിഡന്റിനെതിരായ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച വൈസ് പ്രസിഡന്റ് നുസൈബ സുധീറിനെയും കുടുംബത്തെയും സിപിഎമ്മിന്റെ ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ചുങ്കത്ര പഞ്ചായത്ത് യുഡിഎഫ് നേതാക്കൾ പറഞ്ഞു. ചുങ്കത്രയിൽ യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തെ നേരിടാൻ ഗുണ്ടായിസവും ഭീഷണിയുമാണ് സിപിഎം പ്രയോഗിച്ചത്. ഇത് പ്രതിഷേധാർഹമാണ്. നിലമ്പൂർ മേഖലയിലെ പല പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ അവിശ്വാസ പ്രമേയങ്ങളിലൂടെ പുറത്താക്കിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെ തികഞ്ഞ ജനാധിപത്യ മര്യാദയോടെയാണ് യുഡിഎഫ് സമീപിച്ചത്. അക്രമ രാഷ്ട്രീയത്തിന് യുഡിഎഫ് അനുകൂലമല്ല. എന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ചുങ്കത്രയിൽ സിപിഎം ഏരിയ സെക്രട്ടറി രവീന്ദ്രന്റെ നേതൃത്വത്തിൽ നടന്ന തെരുവ് ഗുണ്ടായിസവും ജീവനും സ്വത്തിനുമെതിരെയുള്ള ഭീഷണിയും ചുങ്കത്ര യുഡിഎഫ് കമ്മിറ്റി പ്രതിഷേധം അറിയിക്കുന്നതിനും അതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുന്നതിനും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഈ പത്രസമ്മേളനം. ചുങ്കത്ര യുഡിഎഫിൻ്റെ സ്വതന്ത്ര സ്ഥാനായി മത്സരിച്ച നജ്മുന്നീസ MLA ആയിരുന്ന അൻവറിൻ്റെ സഹായത്തോടെ കാലുമാറുകയും 4/4/2022 അവിശ്വാസ പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. അതിനെ എല്ലാ ജനാധിപത്യ മര്യാദയോടു കൂടിയാണ് UDF സമീപിച്ചത്. ഒരു ഭരണമാറ്റത്തിനു വേണ്ടി CPMൻ്റെ എല്ലാ ആദർശങ്ങളും പണയം വെച്ച് ഞങ്ങളോട് വിശ്വാസവഞ്ചന ചെയ്ത വ്യക്തിക്ക് പ്രസിഡന്റ് സ്ഥാനം നൽകിയപ്പോഴും ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിട്ടു. പിന്നീട് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവിശ്വാസ പ്രമേയം നടന്ന ചർച്ചാ ദിവസവും തിരഞ്ഞെടുപ്പ് ദിവസവും എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് രാഷ്ട്രീയമായി തന്നെ അതിനെ ഞങ്ങൾ നേരിട്ടിട്ടുണ്ട്. കാലുമാറ്റത്തിനെതിരെ നിയമപരമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കേസ് നടത്തി ആ വ്യക്തിയെ അയോഗ്യയാക്കി ഞങ്ങൾ ജനാധിപത്യ വിജയം നേടുകയും ചെയ്തിട്ടുണ്ട്. ആദർശവും വീമ്പിളക്കുന്ന ഈ CPM എന്ന വിശ്വാസവഞ്ചകർക്കെതിരെ കളക്കുന്നിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇത്രയും കാലം ഭരണത്തിൽ തുടർന്നു. ഇപ്പോൾ അവരുടെ വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിൽ പങ്കെടുത്തപ്പോൾ ഗുണ്ടായിസവും ഭീഷണിയും നടത്തി എല്ലാ ജനാധിപത്യ സീമകളും ലംഘിച്ചുകൊണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച പോലീസിൻ്റെ കയ്യിൽ നിന്ന് പോലീസ് ചാർജ് വാങ്ങി അവർക്ക് മടങ്ങേണ്ടിയും വന്നു. ഒരു കാര്യം കൂടി UDF പറയുകയാണ്, അക്രമ രാഷ്ട്രീയത്തിന് ഞങ്ങൾ അനുകൂലമല്ല. എന്നാൽ നിയമപരമായും രാഷ്ട്രീയപരമായും ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. നുസൈബയും കുടുംബത്തെയും എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയിൽ അത്രയധികം വിശ്വാസമാണ് ഞങ്ങൾക്ക്. എന്തും നേരിടാനുള്ള ഞങ്ങളുടെ പ്രവർത്തകരിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണ്. അവിശ്വാസ പ്രമേയ ചർച്ചയുടെ വേളയിൽ പക്ഷാപാതപരമായി പെരുമാറിയ ഉദ്യോഗസ്ഥരെതിരെ കളക്ടർക്ക് പരാതി നൽകുമെന്നും UDF പഞ്ചായത്ത് ചെയർമാൻ പറമ്പിൽ ബാബ, കൺവീനർ താജ സക്കീർ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി പുത്തലത്ത് മാനു, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി UA സലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈസ്റ്റ് ലൈവ്, എടക്കര.